ദ ഗോസ്റ്റ് ബംഗ്ലാവ്. 25 GB എന്നാണ് ഈ ബംഗ്ലാവിൻ്റെ പേര്. ദേ ഇവിടെ അത് പണിത വർഷം കൊത്തിവെച്ചിട്ടുണ്ട്. ഡേറ്റ് ബിൽഡ് 1951. അപ്പോൾ നമ്മൾ ഗേറ്റ് കയറി വരുമ്പോൾ ഇങ്ങനൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയില്ല. എന്തായാലും ആകെ പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന ആ ഗോസ്റ്റ് ബംഗ്ലാവ്. വളരെ മനോഹരമായ ഒരു ആംബിയൻസിലാണ് കേട്ടോ ഈ ബംഗ്ലാവ് നിൽക്കുന്നത്. അന്ന് 1951 പണിഞ്ഞതാണ്. ഇപ്പോഴും ബിൽഡിങ്ങിനൊന്നും വലിയ കേടുപാട് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ എത്തുന്നത് കൂടുതലും സാമൂഹ്യ വിരുദ്ധരാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതേ വലിയൊരു വാതിലൊക്കെയാണ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. ജനലും വാതിലും ഒക്കെ ഗ്ലാസ് ആണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വലിയൊരു ഹാളാണ് കേട്ടോ നമ്മൾ എൻട്രൻസ് കയറി വരുമ്പോൾ ഉള്ളത്. പക്ഷേ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ദേ ഇവിടെ ഒരു നെരുപ്പോടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ, അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഫസ്റ്റ് ഹാളിൽ നിന്ന് ഈ എൻട്രൻസ് വഴി നമ്മളൊരു സെക്കൻഡ് ഹാളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതും ഒരു അത്യാവശ്യം വലിയ ഹാളാണ്. ഡൈനിങ് ഏരിയ ആയിരിക്കാം, ഡൈനിങ് ഹാൾ ആയിരിക്കാം എന്ന് കരുതുന്നു. കാരണം ദേ തൊട്ടപ്പുറത്ത് ഒരു കിച്ചണുണ്ട്. ഈ ഡൈനിങ് ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ദേ ഒരു വലിയ റൂമാണ്. കണ്ടിട്ട് ബെഡ്റൂം ആയിരുന്നു എന്ന് തോന്നുന്നു. ഈ ബംഗ്ലാവിലെ ഏറ്റവും വലിയ റൂമാണ്. സോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതായിരുന്നിരിക്കാം. ഈ റൂം ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ കാണുമ്പോൾ തന്നെ കയറി വരുമ്പോൾ നമുക്ക് അട്രാക്റ്റ് ചെയ്തത് ഈ 2 ജനലുകളാണ്. ഭയങ്കര വലിയ 2 ജനലുകളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഈ ഗ്ലാസ് ചില്ലുകൾ വെച്ചുള്ള ആ ഒരു ബ്രിട്ടീഷ് നിർമ്മിതി സ്റ്റൈലുണ്ടല്ലോ, അതിലുള്ള 2 ജനലുകളാണ് ഇവിടെ ഉള്ളത്. ഈ ജനലിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് മനോഹരമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡാമിൻ്റെ വ്യൂ ഒക്കെ ഈ റൂമിൽ നിന്നാൽ തന്നെ നല്ല രസമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു റൂമിന് ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. വളരെ വലിയൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു 1951 പണിത റൂമിൻ്റെ ഒരു ബാത്റൂം എന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു ബാത്റൂമാണ്. ഈ ബാത്റൂമിനൊരു വലിയ ജനലുണ്ട്. പിന്നെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ബാത്ത് ടബ് ഉള്ള ഒരു ബാത്റൂമാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ ഒരു ചെറിയൊരു ഇടനാഴിയുണ്ട് കേട്ടോ. ഈ ഇടനാഴി നേരെ നമ്മളെ ലീഡ് ചെയ്യുന്നത് മറ്റൊരു ബെഡ്റൂമിലോട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്ര വലിയൊരു ബെഡ്റൂമല്ല, പക്ഷേ ഇവിടെ നല്ല വ്യൂ ഉള്ള നല്ലൊരു ജനലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഇടനാഴിയിൽ കൂടി വന്ന നമ്മളുടെ റൈറ്റ് സൈഡിൽ ഒരു റൂം, ബെഡ്റൂമാണെന്ന് തോന്നുന്നു. പക്ഷേ ബാത്ത് അറ്റാച്ച്ഡ് അല്ല, ബാത്റൂം ഒന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെയും സെയിം വലിയ വിൻഡോ ആണ്, നല്ല വ്യൂ ഉള്ള നല്ലൊരു വിൻഡോ. ഇത് പക്ഷേ ഈ ബംഗ്ലാവിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് ഈ വിൻഡോയിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. വീണ്ടും നമ്മൾ ഈ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. ഈ ഡൈനിങ് ഹാള് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാനുള്ള മെയിൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അടുക്കളയാണ്. അടുക്കളയിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു റൂമുണ്ട്. ഈ റൂം എന്താണെന്നറിയില്ല, പക്ഷേ ഈ റൂമിലാണ് ഹോള് കഴിഞ്ഞാൽ പിന്നെ നെരിപ്പോടുള്ളത് ഈ റൂമിലാണ്. ഇവിടെയും പക്ഷേ ഈ കയറി വരുന്ന നമ്മുടെ ആ ഒരു ഗേറ്റ് സൈഡിലെ വ്യൂ കാണാൻ പറ്റുന്ന ഒരു ജനലാണ് ഈ സൈഡിലുള്ളത്. വലിയൊരു ജനൽ കൊടുത്തിട്ടുള്ളൊരു റൂം തന്നെയാണ്. നോക്കിക്കേ, പണ്ട് ഈ ബംഗ്ലാവിൽ കറണ്ട് ഉണ്ടായിരുന്നു. സത്യത്തിൽ ബോണക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാ വീട്ടിലും വന്നിട്ട് 3 വർഷത്തോളമേ ആവുന്നുള്ളൂ. പക്ഷേ 1951 ഈ ബംഗ്ലാവിൽ കറണ്ട് ഉണ്ടായിരുന്നു. സ്വിച്ച് ബോർഡ് നമുക്ക് കാണാം.
അടുക്കളയും ഭയങ്കര വലിയ വിശാലമായിട്ടുള്ളൊരു അടുക്കളയാണ് കേട്ടോ. വിശാലമായിട്ടുള്ളൊരു വിൻഡോ ഒക്കെ ആയിട്ടാണ് ഇവിടെ അടുക്കളയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുക്കളയിൽ നിന്ന് നേരെ ഒരു ബാക്ക് വരാന്തയിലേക്കാണ് വരുന്നത്. ഒരു ബാക്ക് യാർഡ് ഈ ബംഗ്ലാവിൻ്റെ അതിവിടെയാണ്. നമ്മളെല്ലായ്പ്പോഴും പറഞ്ഞ പോലെ വ്യൂസ് വളരെ മനോഹരമാണ് ഇവിടെ. അപ്പം നമ്മൾ ബംഗ്ലാവിന് പുറത്തേക്ക് വരികയാണ്. ഇവിടെ നല്ല വലിയൊരു വരാന്തയുണ്ട് കേട്ടോ. ഈ വരാന്തയുടെ പ്രത്യേകത ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന നല്ല അതിമനോഹരമായ ഒരു വ്യൂ ആണ്. ആ ഗംഭീര വ്യൂ നമുക്കത് കാണാം. അപ്പോൾ ഇതാണ് ആ മനോഹരമായ വ്യൂ. സ്വർഗീയമായ കാഴ്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിതാണ്. ഇവിടെ വന്ന് താമസിക്കാൻ പറ്റിയവർക്ക് അത് അവരുടെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്നു. ദേ ദൂരെ അവിടെ നോക്കിയാൽ പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആ ഒരു നദിയുടെ വ്യൂ ഉണ്ട്. പിന്നെ ചുറ്റും മലനിരകളാണ്. അഗസ്ത്യാർ മലനിരകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെയാണ് ഗോസ്റ്റ് ബംഗ്ലാവ് എന്ന് എല്ലാവരും പറഞ്ഞ് പേടിപ്പെടുത്തുന്ന 25 GB ബംഗ്ലാവിൻ്റെ, ബോണക്കാട് ബംഗ്ലാവിൻ്റെ കാഴ്ചകൾ. സത്യം പറഞ്ഞാൽ ഇവിടെ പ്രേതവും ഭൂതവും അങ്ങനത്തെ ഒരു ശല്യവും ഇല്ല. സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇങ്ങോട്ട് വരാനൊന്നും സാധിക്കില്ല. എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബംഗ്ലാവിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ. കൂടുതൽ നല്ല കാഴ്ചകൾ, പുതിയ വിശേഷങ്ങളുമൊക്കെയായി ഇനിയും കാണാം.